ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവുനന്ദു ക്രിയേഷൻ. അപ്പം കുറേ ആയിട്ട് ഞങ്ങളിങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഞങ്ങൾ ഇന്ന് കൊട്ടിയൂർ അമ്പലത്തിൽ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്. അപ്പം ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു പോയത് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും രാവിലെ 7 മണിക്കാണ് പോയത്. അപ്പം എല്ലാവരും ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. 7 മണി കാപ്പിയും റസ്കും ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. ചേച്ചി പിന്നെ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് റസ്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും റെഡിയായി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഓട്ടോയിലായിരുന്നു കേട്ടോ പോയത്. ഓട്ടോ ഒക്കെ വന്നു, എല്ലാവരും ഇറങ്ങണം കേട്ടോ. വാതിലൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. 7 കറക്റ്റ് 7 മണിയായപ്പോൾ തന്നെ ഓട്ടോ വന്നിട്ടുണ്ട്. അമ്മമ്മയുടെ വീട് ഇരുട്ടിയായതുകൊണ്ട് അധികം ദൂരം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ തെറ്റത്ത് സീറ്റ് വേണം, അതുകൊണ്ട് ഞാൻ അമ്മേനെ വാശി പിടിച്ചിട്ട് അങ്ങോട്ട് മാറ്റി ഇരുത്തിയിട്ട് ഇരുന്നിട്ടാണ് ഉള്ളത്. ഓട്ടോയിലായതുകൊണ്ടാണ് ഇങ്ങനെ കുലുങ്ങി വീഡിയോ ഇതാവുന്നത് കേട്ടോ. ഞങ്ങൾ കുറച്ച് മോശമായിട്ടുള്ള റോഡാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കുലുങ്ങി വീഡിയോ ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അധികം രാവിലെ 7 മണിയായതുകൊണ്ട് അധികം വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പാണ്, മഴയുണ്ട്. ആ ഭാഗത്തൊക്കെ നല്ല മഴയാണ്, അതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് നല്ല സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മലയോര പ്രദേശമാണ്, അതാണ് മെയിനായിട്ടുള്ളത്. ഇതാണ് കൊട്ടിയൂരിലെ ബസ് സ്റ്റാൻഡ്. ഫസ്റ്റ് ഞങ്ങൾ അക്കരെ കൊട്ടിയൂരായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അവിടെ കയറി, ഇതിനെന്തായിരുന്നു നമ്മൾ പറയാ, കൊട്ടിയൂർ പൂവൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളിങ്ങനെ പോകുമ്പോ എടുത്തതൊന്നുമില്ല, വരുമ്പം വാങ്ങാന്ന് പറഞ്ഞിട്ട് ഏതെടുത്താലും 20, 30, 10 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാം വരുമ്പോ വാങ്ങാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം നോക്കി വെച്ച് എന്തൊക്കെ വാങ്ങണ്ടേന്നൊക്കെ നോക്കി വെച്ചിട്ടായിരുന്നു പോയത്. എല്ലായിടത്തും എഴുതി വെച്ച് ഏതെടുത്താലും 20, 30 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ടോയ്സ്, മാല, ഫാൻസി ഐറ്റംസ്, കുറച്ച് പായസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെറൈറ്റി ഓഫ് പായസം എല്ലാം ഉണ്ടായിരുന്നു. അവിടെ മെയിനായിട്ടുള്ളത് മുളയരി പായസമാണ് കേട്ടോ. പിന്നെ പണ്ട് കാലത്ത് കുറേ മുട്ടായി, നല്ല അടിപൊളി മാലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പാലത്തിലൂടെ നടക്കുകയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. പോയ സമയം അധികം തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല, ആളൊക്കെ കുറവായിരുന്നു. ഞങ്ങൾ ഉത്സവം തുടങ്ങിയതിൻ്റെ 2ാമത്തെ ദിവസമാണ് പോയത്, അതുകൊണ്ട് ഇത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി പുഴയാണ് കേട്ടോ അവിടെ. പുഴ അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ കാഴ്ചയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് നടക്കുകയായിരുന്നു. 2 പാലമുണ്ട് അല്ലേ അമ്മേ? 2 പാലത്തിലോട്ട് പോകാനുണ്ട് ഞങ്ങൾക്ക്. അവിടെ ക്ഷേത്രത്തിൻ്റെ അകത്തെത്താൻ വേണ്ടിയിട്ട് 2 പാലം കടക്കണം. അപ്പം പുതിയ പാലമൊക്കെ ഉണ്ട്, അപ്പം അതിലോട്ടൊക്കെ പോകാൻ ഉണ്ട്. ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ചെരുപ്പ് പുറത്തന്നെ വെച്ചത്. ചിലരൊക്കെ പുഴയിൽ നിന്ന് പ്രാർത്ഥിക്കുക, കുളിക്കലൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ നല്ല തണുപ്പാണ്, വെള്ളത്തിൽ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാല് മാത്രം ഇങ്ങനെ ഇതാക്കിയിട്ട് പടി കയറി. നല്ല തണുപ്പാണ്, രാവിലെ പോയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. പിന്നെ അതിൽ നല്ല വൃത്തിക്ക് ഭംഗിയുണ്ടല്ലേ. നല്ല ക്ലിയർ വാട്ടറാണ്, നല്ല അടിപൊളി ക്ലിയർ വാട്ടറാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മലയോര പ്രദേശത്തായതുകൊണ്ട് തന്നെ നല്ല ഭംഗി. പിന്നെ നിങ്ങളെല്ലാം കൊട്ടിയൂർ പോയിട്ടുണ്ടെങ്കിൽ അല്ലേ? നിങ്ങളെല്ലാവരും കൊട്ടിയൂർ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും പോകാറുണ്ട്. കൊട്ടിയൂർ ഉത്സവം ഉണ്ടാകുമ്പോൾ എല്ലാ വർഷവും പോകാറുണ്ട്. അപ്പം അമ്മമ്മ കുറേ വർഷത്തിന് ശേഷമാണ് കൊട്ടിയൂർ വരുന്നത് അല്ലേ? നല്ലത്. ഈ ഒരു ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു അല്ലേ നമ്മള്. പിന്നെ ഞങ്ങള് അങ്ങോട്ടും പോകുമ്പോ 2 ഭാഗത്തുനിന്നും ക്യൂ ഒക്കെ നിന്നിട്ടാണ്. പിന്നെ ഒരു ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഞങ്ങള് ഇറങ്ങണത്. അമ്മ ഫസ്റ്റ് ക്യൂവില്, ഞങ്ങളെല്ലാരും ഒരുമിച്ചാണ് നിന്നത്. പക്ഷേ പെട്ടെന്ന് അമ്മ മുമ്പിലെത്തിയപ്പം അവർ കയറിട്ടു. പിന്നെ എല്ലാവരും അവരിങ്ങനെ പോവട്ടെ എന്നിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റക്കായി. അമ്മ അങ്ങ് പോയി. അപ്പോഴത്തേക്കും അമ്മ നല്ല ദർശനമൊക്കെ കണ്ടു. അവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ദർശനം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാലത്തിലൂടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസും ഒക്കെ എടുത്തു. ഞാൻ ഡാൻസ് കളിയാന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്, പക്ഷെ പറ്റിയില്ല. എന്താ ഫുള്ള് ചളിയായിരുന്നു. ആ പാലത്തിൻ്റെ മേലൊക്കെ ഫുള്ള് മഴയായതുകൊണ്ട് നല്ല ചളി ഉണ്ടായിരുന്നു.
ഒരു ഇത് വീട്ടിൽ തന്നെ ഞാൻ തുന്നിപ്പോവും. ഷോള് പിന്നെ ഷോൾ 100 രൂപ, 2 ഷോളിന് 100, ഒരു ഷോളിന് 50 അപ്പൊ ഞങ്ങൾ 2 ഷോൾ എടുത്തു. പിന്നെ ബാഗ് ഉണ്ടായിരുന്നു 250, 300 അങ്ങനെ നല്ല വിലക്കുറവാണ്. 150, ചെറുതിന് 150. പിന്നെ മാല വാങ്ങും, 2 മിനി ബാഗും ഒരു ഹാൻഡ് ബാഗും വാങ്ങി. ബാക്ക് പാക്ക്, മാല കുറെ അതാണ് ഞാൻ പറഞ്ഞ മുളയരി പായസം. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ പെറുക്കാനായിരുന്നു പോയത്. ഞാൻ കുറച്ച് കീ ചെയിൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മുടുകുത്തിയൊക്കെ വാങ്ങി. ബുഷ് സ്കൂൾ തുറക്കല്ലേ, അപ്പം സ്ക്രഞ്ചീസും ബുഷും ബണ്ണൊക്കെ ടിക് ടിക്കൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. അപ്പം പൊട്ടൊക്കെ വാങ്ങി, നല്ല അടിപൊളി പൊട്ട്, ക്ലിപ്പ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. വിലക്കുറവുണ്ട്. പിന്നെ എല്ലാം എടുത്തു ഞങ്ങൾ. എനിക്ക് അവിടെയുള്ള എല്ലാ സാധനവും ഓരോന്ന് എടുക്കാമെന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ക്ലിപ്പുകളാണ് കേട്ടോ. പിന്നെ മോതിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേവിയുടെയും കൃഷ്ണൻ്റെയും എല്ലാ ദൈവങ്ങളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള കീ ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കളിപ്പാട്ടം. പിന്നെ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് ഫാൻസി ഐറ്റംസിലാണ് എൻ്റെ കണ്ണ് പോയത്. പിന്നെ ഇക്കരെ കൊട്ടിയൂർ പോയി. ഇക്കരെ കൊട്ടിയൂർ ഞങ്ങൾ പോയപ്പം തിരക്കുണ്ടായി, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ നല്ല മയിലിൻ്റെ ശബ്ദമൊക്കെ കേട്ടില്ലേ, മയിൽ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ അവിടെ ഓടപ്പ് പേരുണ്ടല്ലോ, ഓടപ്പ് വാങ്ങാൻ പോയി. പിന്നെ പൊരി, ഹലുവ അങ്ങനെയുള്ളതൊക്കെ അമ്മമ്മക്ക് ഹലുവ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. ഇത് ഞാൻ എടുത്തു, പിന്നെ തിരിച്ചു വെച്ചു. എനിക്കിഷ്ടപ്പെട്ടില്ല, കണ്ടപ്പോൾ തന്നെ എന്തോ പോലെ. ഹലുവൊക്കെ വാങ്ങി. ചായ രാവിലെ റസ്ക് മാത്രം കഴിച്ചോണ്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറി കേട്ടോ. വരുമ്പം ഒരു ഹോട്ടലിൽ കയറി. പൂരി പറഞ്ഞു, പൊറോട്ട പറഞ്ഞു, വെള്ളാപ്പം പറഞ്ഞു. അപ്പം കറി എന്തൊക്കെയായിരുന്നു അമ്മ പറഞ്ഞേ? ഗ്രീൻ പീസും ചിക്കൻ ചില്ലി റോസ്റ്റും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മമ്മ ഗ്രീൻ പീസ് കറിയായിരുന്നു. പിന്നെ വെള്ളപ്പം ഉണ്ടായിരുന്നു. വെള്ളപ്പം റെഡിമെയ്ഡ് പുറത്തുനിന്ന് തന്നെ ചുട്ടെടുക്കണ്ടോ. നല്ല ചൂടോടെയാണ് എല്ലാം കൊണ്ടു തന്നത്. അടിപൊളിയായിരുന്നു, നല്ലോണം നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ചൂടോടെ കൊണ്ടു തന്നുകൊണ്ട് ആ ചൂട് തന്നെ ഞങ്ങൾ കഴിച്ചു. ഇവിടെയാണ് വെള്ളയപ്പം ഇതാകുന്നത്. പിന്നെ ഞങ്ങൾ മടങ്ങി ഒരു മുട്ടായിയൊക്കെ വാങ്ങിയേ. അപ്പം മുട്ടായിയൊക്കെ കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോണത്. പിന്നെന്താ, പിന്നെ ഒരു നമ്മുടെ നാട്ടിൽ ഇരിട്ടി തന്നെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. മന്തി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫുഡ് ആക്കിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പാർസൽ വാങ്ങി പോവായിരുന്നു ചെയ്ത്. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ്. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. ഞാൻ അവിടുത്തെ മുട്ടായി കടയിലായിരുന്നു കേട്ടോ. എൻ്റെ കണ്ണ് മുഴുവൻ അമ്മ അവിടുന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് നോക്കുമായിരുന്നു. അപ്പോൾ കുറേ ഗൾഫ് മുട്ടായി ഉണ്ടായിരുന്നു, പലതരം മുട്ടായി ഉണ്ടായിരുന്നു. വലിയ മുട്ടായി വാങ്ങിയിട്ട് അവിടെ 4 മുട്ടായി വാങ്ങിയിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഞങ്ങൾ വീടെത്തി. ഇപ്പം കുറച്ച് സമാധാനം. അവിടെ പോയ പാടന്നെ ആ സോഫ കയറി ഇരുന്നപ്പോൾ എന്തോന്നറിയില്ല, എന്തോ ഒരു ആശ്വാസം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയില്ല. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.